നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോസ് വ്ലോഗ്. ഓട്ടോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മച്ചാന്മാരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 4228 എന്ന് പറഞ്ഞ നല്ല ഉശിരൻ മോഡലുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എൻ്റെ പൊന്നെ എന്നാ ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, ലുക്ക് മാരകം. അങ്ങനെ ഇതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മുൻഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. മുൻഭാഗത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടോ ആ ഒരു എയറോഡൈനാമിക് ഷേപ്പിനെ ഇത്തിരി കൂടി ഒന്ന് ബോൾഡ് ആക്കുന്ന രീതിയിൽ തന്നെ ഒരു കിടിലൻ ഡിസൈനാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു എയറോഡൈനാമിക് ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങൾ, അല്ലെ ആ ഒരു പഴയ വണ്ടിയിൽ നിന്ന് എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ നമുക്ക് വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടോ ഈ ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു മുകൾ ഭാഗത്തായിട്ട്. അത് അത്യാവശ്യം നല്ല കിഡിലൻ ലുക്കാണ് ഈ ഒരു ഫ്രണ്ടിൽ നമുക്കത് കൊടുത്തിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോർണർ പാനൽ അല്ലെ നമ്മുടെ എയർ കട്ടർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഐറ്റങ്ങളൊക്കെയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്യുവൽ ചേമ്പർ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്യുവൽ ചേമ്പർ ഹെഡ്ലൈറ്റിനകത്ത് ഒരു LED DRL കൊടുത്തിട്ടുണ്ട്, 2 ലൈറ്റ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ ലിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്പ് പോലെ കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈബറിൻ്റെ ഒരു പീസാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് മേളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു 3 പീസായിട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ബമ്പർ. ഈ ഒരു ഫ്രണ്ട് ബമ്പർ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പീസ് ആ ഒരു നമ്മുടെ ഞാൻ കഴിഞ്ഞ ഒരു 2-3-4 എപ്പിസോഡുകൾ മുന്നേ ഞാൻ ഒരു ഭാരത് ബെൻസിൻ്റെ ടിപ്പർ ചെയ്തിരുന്നു. അപ്പോൾ അത് ശരിക്കും 2020 രജിസ്ട്രേഷൻ ചെയ്തൊരു ടിപ്പറായിരുന്നു. അതിന് സമാന്തരമായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം വ്യത്യാസങ്ങളാണ് മാറ്റമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ വിൻസ്ക്രീനൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ചവിട്ടി കയറാനുള്ള ഒരു ചെറിയൊരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഇതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കയറാൻ ഒരു ഹാൻഡിൽ നമുക്കിവിടെ 2 കൊടുത്തിരിക്കുന്നതാണ്. വളരെ വലിപ്പമുള്ള 2 വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെൻട്രലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് എൻഡിലായിട്ട് നമുക്കൊരു പ്രോക്സിമിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ചുറ്റും ഫ്രണ്ട് ഭാഗം എല്ലാം നല്ല വിശദമായിട്ട് കാണാൻ ടൈപ്പ് ഒരു മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഈ വണ്ടിയുടെ ഒരു സൈഡ് വശത്തേക്ക് കിടക്കാം. സൈഡ് വശത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആ ഒരു പഴയ ഡിസൈൻ. ഇനിയും ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഡിസൈനിലുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡോർ ഹാൻഡിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും ആമറോണിൻ്റെ നമുക്കൊരു ബാറ്ററി വന്നിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ കട്ട് ഓഫ് സ്വിച്ച് വന്നിരിക്കുന്നത്. നമുക്കൊരു കീ മോഡലാണ്, നമുക്ക് ദൂരെ അകത്ത് വെക്കാം കാര്യങ്ങളൊക്കെ ടൈപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അത് കയറിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു തിരിച്ച് കഴിയുമ്പോഴത്തേനും ബാറ്ററി ഉണക്കും. അപ്പോൾ ഈ ഒരു വന്നിരിക്കുന്ന 60 ലിറ്ററിൻ്റെ ഒരു ആഡ്ലുവിൻ്റെ ടാങ്കാണ് വന്നിരിക്കുന്നത്. ഇനി തൊട്ട് പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു ഡീസൽ ടാങ്ക് 300 ലിറ്റർ സംതിങ്ങോളാണ് ഈ ഒരു ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വന്നു കഴിയുമ്പോഴും തൊട്ട് പുറകിലായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ലിഫ്റ്റ് ആക്സ് കൊടുത്തിരിക്കുന്നത്. ലിഫ്റ്റ് ആക്സിൽ ഏകദേശം അപ്പോൾ ഈ ഒരു ലിഫ്റ്റ് ആക്സിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനെ നമുക്ക് അറിയാം. ഇപ്പം ഞാൻ പല നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ട്രിപ്പ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് വെയിറ്റ് കയറി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ലിഫ്റ്റ് ആക്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തുള്ള ഒരു ലിഫ്റ്റ് ആക്സിൽ വന്നിട്ടുണ്ട്. ലിഫ്റ്റ് ആക്സിൻ്റെ നമുക്ക് കാണാം ആ ഒരു ബലൂണും ബാക്കി കാര്യങ്ങൾ ആ സസ്പെൻഷനൊക്കെ കൊടുത്തിരിക്കുന്നതും ഇത് വണ്ടിയുടെ ഇതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ലിഫ്റ്റ് ആക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്ക് വശത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു LED ടൈപ്പ് ടെയിൽ ലാമ്പുകളാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. LED ടൈപ്പ് ടെയിൽ ലാമ്പും അതുപോലെ തന്നെ തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്ക് ഒരു റിവേഴ്സ് ക്യാമറയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വശത്തായിട്ട്. നമുക്കിപ്പം BS6 വന്ന സമയത്ത് എല്ലാ വണ്ടിക്കകത്തെ പോലെയും ഇതിൻ്റെയും എക്സോ സിസ്റ്റം
വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ഈറ്റ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. നമുക്ക് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന അതേ സെയിം SCR ടെക്നോളജിയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ആഡ് ബ്ലൂ സ്പ്രേ ചെയ്ത് നമുക്കിപ്പോൾ വണ്ടിക്കകത്ത് എഞ്ചിനകത്തു നിന്നുള്ള കൺട്രോളിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഈറ്റ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്താണ് നമുക്ക് ഈറ്റ്സിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും എല്ലാത്തിൻ്റെയും വിശദീകരിച്ചിട്ടുണ്ട്. അതേ സെയിം പ്രക്രിയ തന്നെയാണ് നമ്മുടെ ഈറ്റ്സിൻ്റെ ഈ ഒരു വണ്ടിക്കകത്തും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഘടകമായ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയാം. എഞ്ചിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എഞ്ചിനും ഗിയർ ബോക്സും കഴിഞ്ഞ് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. വണ്ടിയുടെ 14 വീലിൻ്റെ വരുന്ന എഞ്ചിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പർ ഒഴിച്ച് ബാക്കി പ്ലാറ്റ്ഫോം വണ്ടികൾക്കല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ ശരിക്കും മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന എഞ്ചിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ ഇപ്പോൾ ആക്ട്രസ്, അതുപോലെ തന്നെ യുണിമോഗ്, അങ്ങനത്തെ ആ ഒരു ടൈപ്പിനകത്ത് വരുന്ന ആ ഒരു സീരീസിലുള്ള എഞ്ചിനാണ് നമുക്കിപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു എഞ്ചിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം. മെർസിഡീസ് ബെൻസിൻ്റെ തന്നെ OM 926LA സീരീസിലുള്ള ഒരു 7200cc 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 2200 RPM 281 HP അല്ലെങ്കിൽ 210 kW ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത്. ഈ വണ്ടിക്ക് വരുന്ന മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 1200 to 1600 RPM 1100 Nm ടോർക്കാണ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഈ വണ്ടിക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ പഴയ കണ്ടിരുന്ന അതേ സെയിം 9+1 ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നിരിക്കുന്നത് 2 ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറിൽ ആന്റി റോൾ ബാറിന്റെ സഹായത്തോടെ നിൽക്കുന്ന 4 ലീഫ് പരാബോളിക് സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ബ്രേക്കും ബാക്കി കാര്യങ്ങളെല്ലാം ആ ഒരു പഴയ രീതിയിൽ തന്നെ വലിയ വ്യത്യാസമില്ലാതാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ റിയർ സസ്പെൻഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനെ നമുക്ക് ബാലൻസർ ടൈപ്പ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ്ങോട് കൂടിയ ഒരു ബാലൻസർ ടൈപ്പ് സസ്പെൻഷനാണ്. ഈ വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് ഏകദേശം 6575 മില്ലിമീറ്ററും അതുപോലെ തന്നെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററും ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 2490 മില്ലിമീറ്ററും ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 2939 മില്ലിമീറ്ററുമാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 222 mm ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 42 ടണ്ണാണ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ BS6 ഭാരത് ബെൻസിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. സംഭവം നല്ല രസമാണ്. പഴയ ഇൻറ്റീരിയറൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനിയും നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തെ മാറ്റങ്ങൾ എന്ന് പറയാം. നമുക്ക് ഇപ്പം നോക്കുവാണെങ്കിൽ ഈ സൈഡിലേക്ക് നമുക്ക് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഒരു ഇടത്ത് വശത്ത് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ഇതുകൊണ്ട് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിഫ്റ്റ് ആക്സിലിൻ്റെ ആണ് ഈ കാണുന്നത്. അതിന് തൊട്ട് താഴെ ഇതുകൊണ്ട് നമ്മുടെ വിൻഡോ, ഈ ഒരു വിൻഡോയുടെയാണ് ഈ കാണുന്ന സ്വിച്ച് വന്നിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൻ്റെ പാസഞ്ചർ സൈഡിൻ്റെ വിൻഡോ ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു പാസഞ്ചർ സൈഡിൻ്റെ വിൻഡോ അവിടെ വന്നിരിക്കുന്നത് ഇവിടെ. ഇത് നമ്മുടെ എമർജൻസി അലേർട്ടിൻ്റെയാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു എമർജൻസി അലേർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ AC കാര്യങ്ങളും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. AC സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 4 ഇൻഡിക്കേറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സോസ്റ്റ് ബ്രേക്കിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്കൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാൻ സാധിക്കും. ഇനിയും നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു ഹാൻഡ് ബ്രേക്ക് വന്നിരിക്കുന്നത്. ഇനിയും നോക്കാം, എന്നും സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ള ആ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന അതേ സെയിം ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സ്പീക്കറൊക്കെ അതായിട്ട് കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് ഇപ്പം ഈ ഒരു പച്ച ഇവിടെ കത്തിയതുണ്ട്. ആ ഒരു പച്ച എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റീജനറേഷൻ്റെ ആണ്. അതൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ ആ ഒരു പഴയ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡയഗ്നോസിസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളിതുണ്ടോ എക്സോസ് ബ്ലൂവിൻ്റെതും എക്സോസിൻ്റെയും കാര്യങ്ങളും, ഡിസ്റ്റൻസ് ടു empty, ഹവേഴ്സ്, അലാറം, ടൈം, ABS, ACM, CPU, അങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേന് അത്യാവശ്യം കിടക്കാച്ച ഒരു സീറ്റ്, അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ബെർത്ത് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ ഒരു ബെർത്ത് കാണാം. ഇതാണ് എൻ്റെ ഒരു ബെർത്തിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്.
പിന്നെ ഇതിനകത്ത് ഇപ്പം ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇനി ഗിയറുണ്ട്. ഈ ഗിയർ നമുക്ക് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 9+1 ഒരു 10 ഗിയറാണ്. അതായത് റിവേഴ്സ് C ഗിയർ, ബാക്കി 8 ഗിയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പാറ്റേൺ ഷിഫ്റ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ ഗിയർ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രൈം ഓടിച്ചതിനെക്കാട്ടിലൊക്കെ അത്യാവശ്യം നല്ല കിടുക്കാച്ച് സ്മൂത്തായിട്ടാണ് ആ ഒരു ഗിയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ ഇൻറ്റീരിയറിനകത്ത് പ്രധാനമായിട്ട് പറയാനാണ്. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്കിതുകൊണ്ട് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇൻറ്റീരിയർ. ഏതായാലും നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ഏതായാലും ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ബാക്കി പറയാം. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. ഏതായാലും അപ്പോൾ ഏതായാലും നമുക്ക് പോയേക്കാം. അതിൽ ഓടിച്ചിട്ടുള്ള വണ്ടികളിൽ ഒന്ന് തന്നെയാണ് ഭാരത് ബെൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ ഇറങ്ങിയ സമയം തൊട്ടുള്ള എല്ലാ വർഷത്തെ മോഡലുകളും മാറി മാറി നല്ല ഓടിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പവർ നിങ്ങളുണ്ട്. വണ്ടി ഇപ്പോൾ കയറുന്നത് ഒരു അത്യാവശ്യം നല്ല കിഡിലൻ സ്പീഡാണ്. അപ്പം നമുക്ക് പഴയ എഞ്ചിനിൽ നിന്ന്, പഴയ ചേസ് ഓടിച്ചിൽ നിന്ന് നമുക്ക് ആ റോഡിൽ കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സെക്കൻഡുകളുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, മാക്സിമം ഗിയർഡ് സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്ററാണ്. 80 കിലോമീറ്റർ ലോക്കാണ്. 80 കിലോമീറ്റർ അത്രയും പെട്ടെന്ന് തന്നെയാണ് എത്തിയത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് മാക്സിമം ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 29% ഗ്രേഡബിലിറ്റി. നമ്മൾ ലോഡും കൊണ്ട് പോകുന്ന സമയത്ത് മാത്രമേ അതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ ഒരു ഗ്രാഹ്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം പഴയ വണ്ടിയിൽ നിന്ന് എന്താണ് വ്യത്യാസമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് നമുക്ക് ആ ഒരു ആഡ് ബ്ലൂവിൻ്റെ കൺസപ്ഷൻ ഇത്തിരി കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ നമ്മൾ വണ്ടി കൊണ്ട് ലോഡ് കൊണ്ട് പോകാത്തത് കൊണ്ട് നമുക്കതിനെ അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. മറ്റു വണ്ടിയിൽ നിന്ന് ആഡ് ബ്ലൂ കൺസപ്ഷൻ കുറച്ച് കൂടുതലാണ്. നമ്മുടെ ഇരിക്കുന്ന 14 വീലിനെക്കാട്ടിലും കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഓടിക്കുന്നതല്ലേ, നമുക്കൊരു റൂട്ട് പോയുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. 4228 എന്ന് പറയുന്ന പോലെ 280 HP അതുപോലെ തന്നെ 42 ടോട്ടൽ വെയിറ്റുമാണ്. ഈ വണ്ടിക്കകത്ത് നമുക്ക് പെർമിറ്റബിളായിട്ടുള്ള വെയിറ്റ് കയറ്റാൻ പറ്റുന്നത് 30 ടണ്ണാണ്. ഏകദേശം 12 ടൺ അടുപ്പിച്ച് വണ്ടിയുടെ വെയിറ്റും വരും. വണ്ടി ഭയങ്കര ഒരു ക്യാബിൻ്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ എൻജിൻ റിഫൈൻമെൻറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. വലിയ വ്യത്യാസങ്ങൾ എൻജിൻ്റെ ആ ഒരു സൗണ്ടിനൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വണ്ടി നല്ല സ്മൂത്താണെന്നുള്ളത് നമുക്ക് എടുത്തിരുന്ന് പറയാം. ഫ്രണ്ടിലത്തെ പ്രോക്സിമിറ്റി മിററൊക്കെ ആണെങ്കിൽ നല്ല കിടിലൻ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം മിറേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ഓൾറെഡി പറയണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാരത് ബെൻസിൻ്റെ കാര്യം. അതാ വന്നല്ലോ അടുത്ത ബസ്. കൊണ്ടുപോകണോ ചേട്ടാ? ഓക്കെ. ഈ ഒരു വണ്ടി തന്നിരിക്കുന്ന നമ്മുടെ ഈരാറ്റുപേട്ടയുള്ള നമ്മുടെ അജ്മി ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അജ്മി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഭാരത് ബെൻസിൻ്റെ വണ്ടികൾ നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ള അത്ര നല്ല കിഡിലൻ വണ്ടികളാണ്. ഫുൾ റെഡ് കളറിലെ 14 വീലും 12 വീലും കണ്ടെയ്നർ ബോഡി കിട്ടിയ വണ്ടികൾ. അപ്പോൾ അത് ആ ഒരു അജ്മിയുടെ ഏറ്റവും പുതിയ ഭാരത് ബെൻസ് ആണ് നമുക്ക് ഈ ഒരു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിയാദിക്ക ഇപ്പം നമ്മുടെ അജ്മിയിലെ സ്റ്റാഫിനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇപ്പം 2 വർഷമായിട്ടുണ്ട്. ഇക്കാര്യം ഞാനൊക്കെ ചില ഞങ്ങൾ മൈസൂർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പരിചയമല്ല ഇക്ക. അപ്പോൾ ഇക്ക നമ്മൾ പുതിയ വണ്ടി വന്നപ്പോഴേ നമ്മളെ വിളിച്ചു. നമ്മുടെ 14 വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? ഇപ്പം ഏകദേശം ഇപ്പം എത്ര വണ്ടിയുണ്ട് നമുക്കിവിടെ 14 വീല്? ഇപ്പോൾ 10ാമത്തെ 14 വീല്, ഒരു 12 വീല്. 12 വീല്, 11ാമത്തെ വണ്ടി. ടോട്ടൽ 15ാമത്തെ വണ്ടി. ഒരു വണ്ടിയെല്ലാം സുജാതിക്കാണ് ഇവിടെ ഒന്ന് അടിച്ച് ഡ്രൈവ് ചെയ്ത് നടക്കുന്നത്. ഇതിക്കാണ് ഒരു 92 പോയായിരുന്നത്? ഇല്ല, ഇവിടെ വന്നിരുന്നോ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ വണ്ടി ഓടിച്ചേച്ച്? ഇപ്പം ഇനിയിപ്പോൾ എല്ലാ വണ്ടിയും അടിച്ചിട്ടുണ്ട് ചേസിൽ. ഒരു എക്സ്ട്രാ എനർജി ഉണ്ട്. ബോഡി കിട്ടി അറിയാമല്ലേ? ഓക്കെ. ബോഡി ഇട്ട് വരുന്ന ഒന്ന് വിളിച്ചേക്കണേ ഉറപ്പായിട്ടും. ഓക്കെ. അപ്പം ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം നല്ലൊരു കിഡിലൻ ലോഡ് റിവ്യൂ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടുക്കും. നമ്മുടെ സിയാദിക്കൻ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.